നമസ്കാരം. പ്രധാന വാർത്തകൾ. കൈക്കൂലി 2 വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കടമ്പഴിപ്പുറത്ത് വിജിലൻസ് പിടിയിൽ. ഫോറസ്റ്റ് സർവേയർ ഫ്രാങ്ക്ലിൻ ജോർജ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സുജിത്ത് എന്നിവരാണ് പിടിയിലായത്. വനം വകുപ്പിന്റെ ഭൂമിയോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിന് NOC നൽകാൻ ഇവർ ആവശ്യപ്പെട്ടത് 35,000 രൂപ കൈക്കൂലി. അലനല്ലൂർ ടൗണിൽ തെരുവുനായ ആക്രമണം. 4 പേരെ തെരുവുനായ കടിച്ചു. തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ അടിയന്തര നടപടികൾ വേണമെന്ന് വ്യാപാരികളും നാട്ടുകാരും. ഒറ്റപ്പാലം NSS കോളേജിൽ വിദ്യാർത്ഥിയെ കഴുത്തിൽ കേബിൾ കുരുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ KSU യൂണിയൻ ഭാരവാഹികൾ ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. 2ാം വർഷ വിദ്യാർത്ഥി കാർത്തിക്കിന് നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായത്. മലപ്പുറം ചെമ്പ്രശ്ശേരിയിൽ പൂരാഘോഷത്തിനിടെ യുവാവിന് വെടിയേറ്റ സംഭവം. സ്ഥലത്ത് പോലീസ് ശാസ്ത്രീയ പരിശോധന നടത്തി. ഒളിവിൽ പോയ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മദ്യനയത്തിന്റെ കാര്യത്തിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ പോലും LDF മാറ്റിത്തിരുത്തിയെന്ന് കേരള മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഈയാച്ചേരി കുഞ്ഞികൃഷ്ണൻ. UDF പറഞ്ഞ മദ്യനിരോധനം പേരുമാറ്റി LDF വഞ്ചന കാണിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കൈക്കൂലി വാങ്ങുന്നതിനിടെ 2 വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കടമ്പഴിപ്പുറത്ത് വിജിലൻസ് പിടിയിൽ. പാലക്കാട് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിലെ ഫസ്റ്റ് ഗ്രേഡ് സർവേയർ കരിങ്കരപ്പുള്ളി സ്വദേശി ഫ്രാങ്ക്ലിൻ ജോർജ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സുജിത്ത് എന്നിവരാണ് പിടിയിലായത്. വനം വകുപ്പിന്റെ ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിന് NOC നൽകുന്നതിന് 35,000 രൂപ ഇവർ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു. ഭൂമി അളന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് ഇരുവരും പിടിയിലായത്. പാലക്കാട് വിജിലൻസ് സംഘം ഇവരിൽ നിന്നും 35,000 രൂപ പിടിച്ചെടുത്തു. കോങ്ങാട് തൃപ്പലമുണ്ട കിഴക്കുംപുറം മണ്ണാട്ടിൽ ഉഷ ഭഗീരഥൻ എന്ന വ്യക്തിയുടെ പരാതിയിലാണ് വിജിലൻസ് കേസെടുത്തത്. കടമ്പഴിപ്പുറം ആലങ്ങാട് പാലേരിയിലുള്ള ഭൂമിക്ക് വനംവകുപ്പിന്റെ NOC നൽകുന്നതിന് ഇവർ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു. വിജിലൻസിനെ അറിയിച്ചതിനെ തുടർന്ന് വിജിലൻസ് സംഘം ഭൂമി അളക്കുവാനുള്ള സഹായികളുടെ വേഷത്തിലെത്തുകയും ഭൂമി അളന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ കൈയോടെ ഇവരെ പിടികൂടുകയുമായിരുന്നു. വിജിലൻസ് DYSP S ഷംസുദ്ദീൻ, CI ഷിജു എബ്രഹാം, SI മാരായ ശശി ബൈജു, സീനിയർ CPO R ബാലകൃഷ്ണൻ, R ദിനേഷ്, വിനോദ്, K സുജിത്ത് എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. അലനല്ലൂർ ടൗണിൽ തെരുവുനായ ആക്രമണം. 4 പേരെ തെരുവുനായ കടിച്ചു. ഒരേ നായയാണ് 4 പേരെയും കടിച്ചതെന്നാണ് നിഗമനം. മഞ്ചേരി മെഡിക്കൽ കോളേജ്, മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിൽ ഇവർ ചികിത്സ തേടി. തെരുവുനായ ആളുകളെ ആക്രമിക്കുന്ന ദൃശ്യവും മലബാർ ന്യൂസിന് ലഭിച്ചു. അലനല്ലൂർ ടൗണിൽ ചൊവ്വാഴ്ച രാവിലെ മണിക്കൂറുകൾക്കുള്ളിലാണ് 4 പേരെ തെരുവുനായ ആക്രമിച്ചത്. രാവിലെ 9:30 ചന്തപ്പടിയിൽ വെച്ചാണ് തേവർക്കളത്തിൽ അബ്ദുറഹ്മാനെ കടിച്ചത്. 11 മണിയോടെ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തുള്ള പേപ്പർ സ്ട്രീറ്റ് സ്ഥാപനത്തിലെ സ്റ്റാഫ് ജാസിർ ചക്കന്തൊടിയെ കടിച്ച ശേഷം ഹോസ്പിറ്റൽ റോഡ് പരിസരത്തേക്ക് ഓടിയ നായ അവിടെ നിന്നിരുന്ന ഓട്ടുതൊഴിലാളി വിനോദ് പാലക്കാഴിയെ കടിച്ചു. പിന്നീട് പഞ്ചായത്ത് ബിൽഡിംഗിലെ ആമിന സ്റ്റോറിലേക്ക് ഓടിയെത്തിയ ശേഷം ഉടമ സജാദ് പള്ളിക്കാട്ടുതൊടിയെയും കടിച്ചു. എല്ലാവരുടെയും കാലിലാണ് കടിച്ചത്. പിടിവിടാതെ കടിയേറ്റതിനാൽ സജാദിന് സാരമായി പരിക്കേറ്റു. അലനല്ലൂർ കടയിലാണ് നിൽക്കുന്നത്. അപ്പോൾ കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. ഒരു കസ്റ്റമർ വന്നപ്പോൾ ആളെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് സാധനം എടുക്കാൻ വേണ്ടി പുറത്ത് വന്നതായിരുന്നു. ആ സമയത്ത് നേരെ വന്ന് കാലിൽ കടിക്കുമായിരുന്നു. കടിച്ചിട്ട് കുറേ മുടിയിക്കാൻ നോക്കി, പക്ഷേ കടിച്ചങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മുറിവുണ്ടായിട്ടുണ്ട്. അത് കാരണം ഇപ്പോൾ മഞ്ചേരിക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. ഒരെണ്ണം പറഞ്ഞു കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇതുവരെ കണ്ടിട്ടില്ല. രാവിലെ ഇപ്പോൾ കട തുറന്ന് ഒരു 9:10 മണിയുടെ ഉള്ളിൽ എല്ലാം വെറുതെ വന്ന് കടിക്കുക. അലനല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി സജാദിനെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റി. മറ്റ് 3 പേർ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഒരേ നായയാണ് ടൗണിലെ പല ഭാഗങ്ങളിൽ നിന്നായി ആളുകളെ കടിച്ചതെന്ന് വ്യാപാരി നേതാവ് നിയാസ് കോങ്ങത്ത് പറഞ്ഞു. റിട്ടയർഡ് SI അബ്ദുറഹ്മാനെ ചന്തപ്പടിയിൽ വെച്ച് നായ കടിച്ചു. ആ നായ തന്നെ ആവാം. അത് കഴിഞ്ഞ് വന്ന് അലനല്ലൂർ പഞ്ചായത്ത് ജംഗ്ഷന് സമീപത്ത് വെച്ചിട്ട് 3 പേരെയും അതിൽ ഒന്ന് നമ്മുടെ ഒരു വ്യാപാരി സുഹൃത്തു കൂടിയായ സജ്ജാദ് PT കട തുറക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആ
കടയുടെ മുന്നിൽ വെച്ചിട്ട് കടിച്ചു. പിന്നെ വേറൊരു കടയിലെ സ്റ്റാഫും പിന്നെ ഈ കടിയിൽപ്പെട്ടിട്ടുണ്ട്. ടൗണിലും പരിസരങ്ങളിലും കുറച്ചുനാളായി തെരുവ് നായ്ക്കളുടെ വലിയ കൂട്ടം തമ്പടിച്ചിട്ടുണ്ട്. ഇവ ആളുകളെ ആക്രമിക്കാറില്ലെന്ന ആശ്വാസമുണ്ടായിരുന്നു. എന്നാൽ ഈ ആക്രമണം നാട്ടുകാരെ ഭീതിയിലാക്കിയിട്ടുണ്ടെന്ന് പൊതുപ്രവർത്തകനും വ്യാപാരി നേതാവുമായ സുബൈർ തുർക്കി പറഞ്ഞു. 10-20 എന്നും കാണാറുണ്ട്. അപ്പോൾ അവർ ഇത്ര ഒരു ഉപദ്രവകാരികളാണെന്നുള്ളൊരു ആശങ്ക നമുക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മളെ അത് ഭയപ്പെടുത്താണ്. കാരണം ഇതിൽ വരുന്ന സ്ത്രീകളും കുട്ടികളും അടക്കം ആളുകൾ വരുന്നിടത്ത് ഇപ്പോൾ നമ്മൾ ഏറെ ആശങ്കയിലാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തെ കാണുന്നത്. ബന്ധപ്പെട്ട അധികൃതർ ഇതിനെതിരെ ശക്തമായ നടപടി ഇതിനെ ഈ തെരുനായൽ പിടിച്ചു കെട്ടാല എടുക്കണമെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അലനല്ലൂർ യൂണിറ്റിനും അതുപോലെ മറ്റ് പൊതുപ്രവർത്തകർ എന്ന നിലയിലും അവരോട് ആവശ്യപ്പെടുന്നത്. ബന്ധപ്പെട്ട വകുപ്പുകൾ തെരുവുനായ ശല്യത്തിനെതിരെയുള്ള നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളണമെന്നും പഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നും വാർഡംഗം പി മുസ്തഫ പറഞ്ഞു. അലനല്ലൂർ ടൗണിലെ 4 ആളുകളെ നായ കടിച്ച് നല്ല പരിക്കുണ്ട്. അവരൊക്കെ ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുകയാണ്. ഒരാൾക്ക് വലിയ രൂപത്തിൽ കടിയേറ്റിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വലിയൊരു പ്രയാസം ഈ തെരുവുനായ കൊണ്ട് ഉണ്ട് എന്നുള്ളത് ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിലാണ്, ആശങ്കയിലാണ്. അപ്പോൾ അതുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ട സംവിധാനം അതിൽ ചെയ്യണമെന്നാണ് പറയാനുള്ളത്. പഞ്ചായത്തിൻ്റെ ഒപ്പം തന്നെ ശക്തമായി നേരിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ ആലോചിക്കണം. ഇന്ന് ബോർഡ് മീറ്റിംഗ് ഉണ്ടാകും. ബോർഡ് മീറ്റിങ്ങിൽ ഈ രൂപത്തിലുള്ള ഒരു അഭിപ്രായം പറയാൻ തയ്യാറാണ് എന്ന് മാത്രമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒറ്റപ്പാലം NSS കോളേജിൽ വിദ്യാർത്ഥിയെ കഴുത്തിൽ കേബിൾ കുരുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ KSU യൂണിയൻ ഭാരവാഹികൾ ഉൾപ്പെടെ 4 നേതാക്കൾ അറസ്റ്റിൽ. 2ാം വർഷ ഹിസ്റ്ററി വിദ്യാർത്ഥി കാർത്തികിനെ മർദ്ദിച്ച കേസിലാണ് 4 പേരെ ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ചയാണ് സംഭവം നടന്നത്. കോളേജ് ഡേയുടെ സെലിബ്രേഷൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിനിടയിൽ കമന്റിട്ടതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കാർത്തികിനെ കോളേജിൽ ക്ലാസ് മുറിക്ക് പുറത്തുവച്ച് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഘം ചേർന്ന് ആക്രമിക്കുന്നത്. മരവടി കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചതായും കഴുത്തിൽ കേബിൾ വയർ ഉപയോഗിച്ച് കുരുക്കിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും പോലീസിന്റെ FIR-ൽ പറയുന്നു. അവരുടെ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ അവർ കമൻറ്റ് ചെയ്തു, ഡോഗ്സ് ആർ ബാർഗ് അഗെയിൻ എന്ന് പറഞ്ഞിട്ട് അവർ കമൻറ്റ് ചെയ്തു. KSUവിൻ്റെ ഒരു പ്രവർത്തകൻ കമൻറ്റ് ചെയ്തു. അപ്പോൾ അതിന് ഇതായിട്ട് ഞങ്ങൾ പോസ്റ്റ് ചെയ്ത വീഡിയോൻ്റെ അടിയിലാണ് ഞങ്ങൾ കമൻറ്റ് ചെയ്തത്. അങ്ങനെ എന്ത് കമൻ്റായിരുന്നു നമ്മൾ ഇട്ടത്? ഒരു ചാവാലിപ്പട്ടി കടന്ന് കുറയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻ്റായിരുന്നു ഇട്ടത്. ഞാൻ തന്നെ ഇട്ടത്. ഞാൻ മാത്രമല്ല, വേറെ അതിൽ വിദ്യാർത്ഥികൾ കമൻ്റ് ഇട്ടിട്ടുണ്ട് അതേപോലെ. പക്ഷേ എന്നെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ളൊരു ആക്രമണമായിരുന്നു. SFIയുടെ പോസ്റ്റിൻ്റെ അടിയിലാണ്? അല്ല, SFIയുടെ പോസ്റ്റിൻ്റെ അടിയിലല്ല, ഒരു കോളേജിലെ വീഡിയോൻ്റെ അടിയിലാണ് കമൻറ്റ് ഇട്ട്. അത് KSUവിൻ്റെ യൂണിയൻ്റെ പരിപാടി ആയിരുന്നു. പക്ഷേ ഞങ്ങളൊരു ഡാൻസ് ഉണ്ടായിരുന്നു. ആ ഡാൻസിൻ്റെ വീഡിയോ ഞങ്ങളെന്നെ എഡിറ്റ് ചെയ്ത് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെച്ചപ്പോൾ അതിലാണ് ഞങ്ങൾ കമൻറ്റ് ഇട്ടത്. ആ പോസ്റ്റിൻ്റെ അടിയിലിട്ട കമൻ്റാണ് അവർ പ്രകോപിപ്പിച്ചത്. അതേ വർഷ വിദ്യാർത്ഥികളായ റൌഫ്, ദർശൻ, സൂരജ്, അഭിനേഷ് എന്നിവരെയാണ് കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മർദ്ദനത്തിൽ പരിക്കേറ്റ കാർത്തിക് ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ്. കേസുമായി ബന്ധപ്പെട്ട് KSU യൂണിയൻ ഭാരവാഹി ദർശൻ, KSU യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി റൌഫ്, വൈസ് പ്രസിഡന്റ് സൂരജ്, KSU ഡിപ്പാർട്ട്മെന്റ് പ്രസിഡന്റ് അഭിനേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. പൂരാഘോഷത്തിനിടെ യുവാവിന് വെടിയേറ്റ സംഭവം മലപ്പുറം ചെമ്പ്രശ്ശേരി കൊറത്തിത്തൊടിയിൽ പോലീസ് ശാസ്ത്രീയ പരിശോധന നടത്തി. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി വിവിധ സ്ക്വാഡുകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിശോധന നടത്തിയത്. ശനിയാഴ്ച രാത്രിയാണ് ചെമ്പ്രശ്ശേരി കൊറത്തിത്തൊടിയിൽ പൂരാഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ എയർഗൺ ഉപയോഗിച്ച് വെടിവെപ്പ് നടന്നത്. ചെമ്പ്രശ്ശേരി സ്വദേശി വെള്ളേങ്ങര ലുഖ്മാനാണ് വെടിയേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് 7 പേരെ പാണ്ടിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഒളിവിൽ പോയ മുഖ്യപ്രതിയുൾപ്പെടെ 4 പേർക്കായി അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തു. ഇതിനു പുറമെയാണ് ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സംഘർഷം നടന്ന പ്രദേശത്ത് പരിശോധന നടത്തിയത്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ C പ്രകാശന്റെ നേതൃത്വത്തിൽ ഡോഗ് സ്ക്വാഡ്, സയന്റിഫിക് വിഭാഗം എന്നിവരാണ് തെളിവ് ശേഖരണം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. മദ്യനയത്തിന്റെ കാര്യത്തിൽ പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലും LDF മാറ്റിത്തിരുത്തിയെന്ന് കേരള മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയ്യാച്ചേരി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. മദ്യനിരോധന സമിതി പെരിന്തൽമണ്ണ താലൂക്ക് കമ്മിറ്റി ശാക്തീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഇയ്യാച്ചേരി കുഞ്ഞികൃഷ്ണൻ. പെരിന്തൽമണ്ണ താലൂക്കിൽ മദ്യനിരോധന സമിതിയുടെ പ്രവർത്തനം സജീവമാക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക യോഗം ചേർന്നു. നാഷണൽ മിഷനറി സൊസൈറ്റി ഓഫ് ഇന്ത്യ പ്രൊമോഷണൽ സെക്രട്ടറി
റവറൻഡ് ഡോക്ടർ വിക്ടർ ജെ യോഗം ഉദ്ഘാടനം ചെയ്തു. മദ്യവും മയക്കുമരുന്നും മറ്റ് ലഹരി വസ്തുക്കളും ഇല്ലാതാക്കാൻ കൂട്ടായ പ്രവർത്തനം വേണമെന്ന് ഫാദർ വിക്ടർ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളിൽ പറഞ്ഞ മദ്യനയം പോലും LDF മാറ്റിത്തിരുത്തിയെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ഇയാച്ചേരി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. അപ്പോൾ LDF മനസ്സിലാക്കി ഈ ജനങ്ങൾ UDFന്റെ കൂടെ നിൽക്കും, അതുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കും. മനോഹരമായ പ്രകടന പത്രിക തയ്യാറാക്കി അതിൽ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്ന് ചെയ്യും. ആ 2016 പ്രകടന പത്രികയിൽ എക്സൈസ് നിയമത്തിൽ പറഞ്ഞത് 552 ഖണ്ഡികയാണ് പ്രകടന പത്രിക. 2021 883 ഖണ്ഡികയാണ് പ്രകടന പത്രിക. 2021 ഒന്നുകൂടി കൂട്ടിച്ചേർത്തു. മദ്യത്തിലും മറ്റ് ലഹരികളും വീണ ജനങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾ പരിപാടികൾ ആവിഷ്കരിക്കും. എന്ത് പരിപാടി? ചതിയായിരുന്നു. പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ കക്ഷികൾ പ്രവർത്തകന്മാർക്ക് വോട്ടർമാർക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പാണ്, ഒരു വാഗ്ദാന പത്രികയാണ്. ഞാൻ പറയാറുണ്ട്, വിടനായ ഒരു കാമുകൻ വ്യാമോഹിപ്പിച്ച ഒരു പെണ്ണിനെ കയ്യിലാക്കി കാര്യങ്ങൾ നടത്തിക്കഴിഞ്ഞ് പെരുവഴിയിലേക്ക് വലിച്ചെറിയുന്ന ആ നികൃഷ്ട മനോഭാവത്തെക്കാൾ ഗർഭണീയമാണ് ഈ ഭരണകൂടത്തിന്റെ മനോഭാവം. UDF പറഞ്ഞ മദ്യനിരോധനം പേരുമാറ്റി LDF വഞ്ചന കാണിച്ചെന്നും ഇയാച്ചേരി കുഞ്ഞികൃഷ്ണൻ കുറ്റപ്പെടുത്തി. UDF പറഞ്ഞ മദ്യനിരോധനം അതാണ് LDF പേരുമാറ്റി മദ്യത്തിന്റെ ലഭ്യതയും കുറച്ച് കൊണ്ടുവരുന്നതാണ്. മാർക്സിസ്റ്റുകാർ പറഞ്ഞാൽ ജനം വിശ്വസിക്കില്ല എന്നുള്ളത് കൊണ്ട് ഒരു സിനിമാ നടനെയും നടിയെയും ലക്ഷക്കണക്കിന് ഉറുപ്പിക കൊടുത്ത് അതിന് ബ്രാൻഡ് അംബാസഡർ ഉണ്ടാക്കി. അവർ പറഞ്ഞു ജനം വിശ്വസിച്ചു. ഞങ്ങൾ അധികാരത്തിൽ വന്നു, തുള്ളി മദ്യം ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ വിൽക്കുകയില്ല. അവർ അധികാരത്തിൽ വന്നു 2016. ജില്ലാ പ്രസിഡന്റ് മജീദ് മാടമ്പാട്ട് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ മഞ്ചേരി, സെക്രട്ടറി PV ഉദയകുമാർ, സലാം കുളത്തൂർ, ഫസലുർ റഹ്മാൻ തിരൂർക്കാട്, സത്താർ ആനമങ്ങാട്, മിന്നർ ഷെരീഫ്, ഫൈസൽ തിരൂർക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. ഈ ഒരു സമരം ഇത് നമ്മൾ ജ്വലിപ്പിക്കുക എന്നത് നമ്മുടെ ഒരു ആവശ്യമാണ്. സർക്കാരിന്റെ നടപടിക്രമങ്ങളെ തിരുത്തിക്കാനാണ് നമ്മൾ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു സർക്കാരിനെ അറ്റാക്ക് ചെയ്യുക, അതല്ല നമ്മുടെ വിഷയം. മദ്യനയം, സർക്കാർ രൂപീകരിക്കുന്ന മദ്യനയം, ലഹരി വിഷയത്തിലുള്ള സമീപനം, ഇത് തിരുത്തണം. അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള സമരമാണ് നമ്മൾ നടത്തുന്നത്. ആ സമരത്തിൽ നമ്മൾ പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്ന സപ്പോർട്ടുകൾ നമ്മളെ എല്ലാവരും കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ നാട്ടിൽ നന്മയാണ്. നമ്മൾ കേൾക്കുന്ന വിഷയങ്ങളൊക്കെ നമുക്കറിയാലോ. എത്ര ദാരുണമാണ് കൊലപാതകങ്ങൾ നടക്കുന്ന, എത്ര ക്രൂരമാണ്. 26 കുത്തുകുത്തിയിട്ടാണ് ഒരു വന്ദന ദാസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ആശുപത്രിയിൽ വെച്ചൊരു മദ്യപാനി കുത്തിക്കൊന്നത്. നമ്മൾ ഒരൊറ്റ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ ആ കുടുംബത്തിന്. ആ മകളെയാണ് കൊന്നത്. മദ്യനിരോധന സമിതിയുടെ പെരിന്തൽമണ്ണ താലൂക്ക് ഘടകം വിപുലപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു. ഏപ്രിൽ 13 വിപുലമായ യോഗം ചേരും. ലഘുവായ നോമ്പുതുറയോടുകൂടിയാണ് യോഗം അവസാനിച്ചത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. ഭവന പദ്ധതിക്ക് ഊന്നൽ നൽകി മണ്ണാർക്കാട് കുമരംപുത്തൂർ പഞ്ചായത്തിന്റെ ബജറ്റ് 23 കോടി രൂപയുടെ വികസനം ലക്ഷ്യമാക്കിയുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് റസീന വറോഡൻ അവതരിപ്പിച്ചത്. എല്ലാവർക്കും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ 6 കോടി രൂപയാണ് ഭവന പദ്ധതിക്കായി നീക്കിവച്ചിട്ടുള്ളത്. പശ്ചാത്തല മേഖലയുടെ വികസനത്തിന് 6.3 കോടിയും, തെരുവുവിളക്ക് സ്ഥാപിക്കുന്നതിന് 1 കോടിയും, ദാരിദ്ര്യ ലഘൂകരണത്തിന് 55 ലക്ഷവും, ഉൽപ്പാദന മേഖലയിൽ 79 ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 1 കോടി രൂപയും വകയിരുത്തി. പഞ്ചായത്ത് കെട്ടിട നിർമ്മാണം 1.5 കോടി രൂപയുടെ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ പൂർത്തീകരിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. ഈ ഭരണസമിതിയുടെ കാലത്ത് SC ജനറൽ വിഭാഗങ്ങളിലായി 425 വീടുകളും PMAYയിൽ 220 വീടുകളും നൽകാനായതായി വൈസ് പ്രസിഡന്റ് പറഞ്ഞു. 270ഓളം ഗ്രാമീണ റോഡുകൾ നമ്മൾ പുതുതായി കോൺക്രീറ്റ് ചെയ്തു കഴിഞ്ഞു. കുടിവെള്ള മേഖലയിൽ നമ്മുടെ ഭരണസമിതി ചുമതല ഏൽക്കുമ്പോൾ പുതിയ കണക്ഷൻ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മൾ പുതിയ കണക്ഷൻ കൊടുക്കുകയും കുടുംബശ്രീ സംവിധാനത്തിലൂടെ കുടിവെള്ള ചാർജ് ഈടാക്കാൻ തുടങ്ങിയതോടെ വരുമാനം പടിപടിയായി വർദ്ധിപ്പിക്കാൻ സാധിച്ചു. ജലജീവൻ മിഷന്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ നമ്മുടെ HSCU അതോടൊപ്പം സബ് സെന്ററുകളുടെ പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ നടന്നുവരികയാണ്. യോഗത്തിൽ പ്രസിഡന്റ് രാജനാമ്പാടത്ത് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ സഹദരിയൂർ, PM നൌഫൽ തങ്ങൾ, ഇന്ദിരാ മഠത്തുംപുള്ളി, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, പൗരപ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളം കോരുന്നതിനിടെ 30 കോൽ താഴ്ചയുള്ള കിണറ്റിലേക്ക് വീണ യുവതിക്ക് രക്ഷകനായി യുവാവ്.
കരുവാരക്കുണ്ട് ഭവനം പറമ്പിലെ വാക്കയിൽ ജിഷയ്ക്കാണ് ഭർത്താവിന്റെ സുഹൃത്തും നാട്ടുകാരനുമായ കാട്ടിൽ പീഡിക സുനീർ ബാവ രക്ഷകനായത്. തിങ്കളാഴ്ച രാത്രിയാണ് വെള്ളം കോരുന്നതിനിടെ ചവിട്ടി നിന്ന മരത്തടി പൊട്ടി ജിഷ കിണറ്റിൽ വീണത്. ഭർത്താവ് രാമചന്ദ്രൻ വിവരമറിയിച്ചതിനെ തുടർന്ന് 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ജിഷയെ സുനീർ ബാവ രക്ഷപ്പെടുത്തിയത്. ആൾമറയില്ലാത്ത കിണറിൽ വിലങ്ങനയിട്ട തെങ്ങിൻ തടിയിൽ ചവിട്ടിയാണ് ജിഷ വെള്ളം കോരിയത്. ഇതിനിടയിൽ തടിപൊട്ടി ജിഷ കിണറ്റിൽ വീണു. റിംഗ് ഉൾപ്പെടെ ഉണ്ടായിരുന്ന 30 കോൽ താഴ്ചയുള്ള കിണറ്റിലേക്കാണ് വീണത്. ശബ്ദം കേട്ടെത്തിയ ജിഷയുടെ വീട്ടുകാരും സമീപവാസികളും ആദ്യം എന്തു ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു. പിന്നീടാണ് ജിഷയുടെ ഭർത്താവ് രാമചന്ദ്രൻ തന്റെ സുഹൃത്തായ സുനീർ ബാവയെ വിവരമറിയിക്കുന്നത്. സാഹസികതയിൽ ഏറെ വൈദഗ്ധ്യമുള്ള സുനീർ തന്റെ കൈവശമുള്ള ആയുധങ്ങളുമായി സ്ഥലത്തെത്തി കിണറ്റിലിറങ്ങി. പിന്നീട് ഭവനം പറമ്പിലെ തന്നെ മൈത്രി ക്ലബ്ബ് പ്രവർത്തകരും സഹായവുമായി എത്തിയതോടെ 1 മണിക്കൂറിനകം ജിഷയെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. വീഴ്ചയുടെ ആഘാതത്തിൽ ചെവിക്കും കഴുത്തിനും പരിക്കേറ്റ ജിഷയെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. ജിഷയ്ക്ക് ചെറിയ പരിക്കുകളുണ്ടെങ്കിലും ആഴമേറിയ കിണറിൽ നിന്ന് സാഹസികമായി രക്ഷപ്പെടുത്തിയത് സുനീർ ബാവയുടെ മനോധൈര്യം ഒന്ന് മാത്രമാണ്. നോമ്പ് തുറക്കാനായിട്ടുള്ള സമയത്താണ് സുഹൃത്ത് വിളിച്ചത്. അപ്പോൾ നമ്മളെ സുഹൃത്തിൻ്റെ രാമേന്ദ്രൻ എന്ന് പറയുക, അവരുടെ ഭാര്യ കിണറ്റിൽ വീണിട്ടുണ്ട്, പെട്ടെന്ന് വരണമെന്നാണ്. അവിടെ എത്തി നോക്കുമ്പോൾ ചെക്കന്മാരൊക്കെ കൂടിയിരിക്കണം. അത്യാവശ്യം നല്ല അയല കളറാണ്. 10 കോലുണ്ട്, റിങ് ഉണ്ട്. നല്ല അപകടമായിട്ടുള്ള ഇതിൽ നിന്നാണ് ജീവൻ തിരിച്ചുകിട്ടിയ ഭാഗ്യമാണ്. അങ്ങനെ ഇറങ്ങി ഒരു ഹുക്കൊക്കെ ഉണ്ടാക്കി കയറ്റി. ചെവിക്ക് ഒരു 8 തുന്നോളം പരിക്കുണ്ട്. പിന്നെ കഴുത്തിൻ്റെ ഇതിലെന്തോ മരത്തിൻ്റെ ദണ്ടില്ല ചവിട്ടിനെ, അത് മുറിഞ്ഞിട്ട് ചാടിയത്. കിണർ നല്ല ആഴാണ്, പോരാത്തതിന് റിങ്ങും ഉണ്ട്. അപകടകരമായിട്ടുള്ള സിറ്റുവേഷൻ തന്നെയായിരുന്നു. ഒക്കെ കഴിച്ചില്ല. ഇവിടുന്ന് പുന്നക്കാട് പോയിട്ട് പറഞ്ഞു മഞ്ചേരി പോകാൻ പറഞ്ഞു. അവിടുന്ന് പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇന്ന് രാവിലെ വീട്ടിൽ തിരിച്ചെത്തി. അതെ, ഞാൻ ലൈസൻസ് ഉണ്ട് എനിക്ക്. ഞാൻ ഇപ്പം ഇന്ന് 2 എണ്ണത്തിനെ പിടിച്ചിരുന്നു. അത് ഫോറസ്റ്റുകാർ കൈമാറി. പിന്നെ വന്നന്ന് പിടിച്ചപ്പോൾ ഇപ്പോൾ വന്നിട്ട് 1.5 മാസമായിട്ടുള്ള 7 പാമ്പോളം പിടിച്ച്. റെസ്ക്യൂ ഉണ്ട്. സ്നേക്ക് 1.5 മാസം പ്രവാസിയാണ്. 1.5 മാസം കൂടി ഉണ്ടാവും ഇനി. അപ്പോൾ ആർക്കെങ്കിലും ഈ 1.5 മാസം കൊണ്ടുള്ളൊരു സേവനം ഇൻഷാല്ലാ ഞാൻ പോയി വന്നിട്ട് ഇവിടെ തുടരാം. ആവശ്യക്കാരൻ്റെ ഇതിൻ്റെ 1.5 മാസത്തിന് വേണ്ടിയിട്ട് നമ്മളെ നമ്പർ അതിൽ മാസം എടുത്ത് കൊടുത്തോളാം. പ്രവാസിയായ സുനീർ ബാവ അവധിക്ക് നാട്ടിലെത്തിയതാണ്. 1.5 മാസം കഴിഞ്ഞാൽ തിരികെ പോകും. സ്നേക്ക് റെസ്ക്യൂവിന് വനം വകുപ്പിന്റെ ലൈസൻസുള്ള ഇദ്ദേഹം ഇതിനോടകം നിരവധി പാമ്പുകളെയും പിടികൂടിയിട്ടുണ്ട്. ചിരട്ട ഉപയോഗിച്ചുള്ള കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചതിലൂടെയും സുനീർ ബാവ ശ്രദ്ധേയനായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. തച്ചനാട്ടുകര റെയിൻബോ എക്കോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 6ാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഏപ്രിൽ 4-ന് തച്ചനാട്ടുകര പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ തുടങ്ങും. ഇത്തവണ സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും ടൂർണമെന്റ് സൗജന്യമായി കാണാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള പ്രമുഖ 16 ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും. ചാമ്പ്യനാകുന്ന ടീമിന് 60,000 രൂപയും റണ്ണേഴ്സപ്പിന് 40,000 രൂപയും പ്രൈസ് മണി ലഭിക്കും. സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ സ്പോർട്സിലേക്ക്, ഫുട്ബോളിലേക്ക് പുതുതലമുറയെ കൊണ്ടുവരിക, വീണ്ടും മൈതാനങ്ങളിലേക്ക് ഫുട്ബോൾ ലഹരിയിലേക്ക് യുവതലമുറയെ കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഫുട്ബോളാണ് എൻ്റെ ലഹരി എന്നൊരു ക്യാമ്പയിന് ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്, ടൂർണമെൻറ്റിലൂടെ. അതോടൊപ്പം തന്നെ മണ്ണാർക്കാട് അഖില കേരള സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ്റെ നേതൃത്വത്തിലുള്ള പ്രാദേശിക ടൂർണമെൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 16 ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രാദേശിക ഫുട്ബോൾ ടൂർണമെൻറ്റും ഇതിനോടൊപ്പം ഞങ്ങൾ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ കാളിപ്പാടത്ത് ഇസ്മായിൽ എന്ന് പറയുന്ന നമ്മുടെ മുൻകാല ക്ലബിൻ്റെ സെക്രട്ടറിയുടെ നാമധേയത്തിലാണ് പ്രാദേശിക ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തുന്നത് ഞങ്ങളുടെ മുൻകാലങ്ങളിൽ ഞങ്ങൾ മരണപ്പെട്ടു പോയിട്ടുള്ള അസീസ് അഷ്റഫ് എന്ന ആളുകളുടെ പേരിലാണ് ഞങ്ങളുടെ ഈ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഇപ്രാവശ്യം ഞങ്ങൾ സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും സൗജന്യമായി പ്രവേശനം അനുവദിക്കുന്ന ഒരു സംഭവം കൂടി ഞങ്ങൾ ടൂർണമെൻറ്റിൽ ഉദ്ദേശിക്കുന്നുണ്ട്. EM നവാസ്, KH തസ്ലീം, C സിനാജ്, KB ബാസിത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അലനല്ലൂരിൽ കുമരംപുത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയിലെ ഉണങ്ങിയ മരം അപകട ഭീഷണിയാകുന്നു. പെട്രോൾ പമ്പിന് മുന്നിലാണ് വലിയ മരം ഉണങ്ങി ഏതു നിമിഷവും റോഡിലേക്ക് വീഴാവുന്ന രീതിയിൽ നിൽക്കുന്നത്. പുത്തൂർ പാക്കത്തുകുളമ്പ് റോഡിലേക്ക് തിരിയുന്ന ഭാഗത്തായി
പെട്രോൾ പമ്പിന് മുന്നിലാണ് വലിയ മരം ഉണങ്ങി ഏതു നിമിഷവും റോഡിലേക്ക് പതിക്കാറായി നിൽക്കുന്നത്. ദിനേന ചെറുതും വലുതുമായ ഒട്ടേറെ വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡും പെട്രോൾ പമ്പിലേക്കും സമീപത്തെ ബാങ്കുകളിലേക്കുമായി ഒട്ടേറെ ആളുകളും എത്തുന്ന ഭാഗമാണിത്. സമീപത്തെ കച്ചവടക്കാർ അപകടാവസ്ഥ ഒരുപാട് തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായില്ല. അപകടകരമായതും വികസന പ്രവൃത്തികൾക്ക് തടസ്സമായി നിൽക്കുന്നതുമായ പൊതുസ്ഥലങ്ങളിലെ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ ഭേദഗതി വരുത്തി സർക്കാർ ഉത്തരവായിട്ടുണ്ട്. ജില്ലാതല കമ്മിറ്റി മുഖേന മരങ്ങൾ മുറിച്ചു മാറ്റാൻ അനുമതി നൽകുന്നതിനും ലേലം ചെയ്യുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കേണ്ട ആവശ്യം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലുള്ള സർക്കാരിന്റെ പുതിയ ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് ബന്ധപ്പെട്ടവരുടെ ഈ അനാസ്ഥ. ബംഗളൂരുവിലുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മണ്ണാർക്കാട് അക്കിപ്പാടം സ്വദേശിയായ വിദ്യാർത്ഥി അക്ഷയയുടെ ചികിത്സയ്ക്കായി സമാഹരിച്ച തുക കുടുംബത്തിന് കൈമാറി. 14,36,898 രൂപയാണ് സുമനസുകളുടെ സഹായത്തോടെ സ്വരൂപിച്ചത്. അപകടത്തിൽ അക്ഷയ്ക്കൊപ്പമുണ്ടായിരുന്ന അക്കിപ്പാടം വിഷ്ണു മരിച്ചിരുന്നു. എൻ ഷംസുദ്ദീൻ MLA, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ചികിത്സാ സഹായ സമിതിയാണ് തുക സമാഹരിച്ചത്. മരിച്ച വിഷ്ണുവിന്റെ കുടുംബത്തിന് 3 ലക്ഷം രൂപയും നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡൻ, അഡ്വക്കേറ്റ് രാജീവ് നടക്കാവിൽ, AK അച്യുതൻ, റാഫി മൈലങ്കോട്ടിൽ, KPS പൈനടം, രവി എടേരം, പഞ്ചായത്ത് അംഗം നൌഫൽ തങ്ങൾ, അജിത് കുമാർ, ആലീസ്, കാജ, ഇല്യാസ് വെള്ളപ്പാടം, നീലാംബരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തുക കൈമാറിയത്. മുസ്തഫ വറോഡൻ അധ്യക്ഷത വഹിച്ചു. അത് പൊളിറ്റിക്കൽ വ്യത്യാസമില്ലാതെ, ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും അതിന് മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിന് ഞാൻ ആദ്യമായി ഈ സമിതിയുടെ പേരിൽ നിങ്ങളെ ഞാൻ നന്ദി അറിയിപ്പിക്കുകയാണ്. ഏതാണെങ്കിലും ഇനിയിപ്പോൾ നമുക്ക് ആ കുട്ടിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും കൂടുതൽ ചികിത്സ കൊടുക്കേണ്ടതുണ്ട്. ഒരു ന്യൂറോളജിസ്റ്റിനെയൊക്കെ കാണിക്കേണ്ട ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ന്യൂറോളജിസ്റ്റിനെയൊക്കെ കൊണ്ടുപോയി കാണിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം അവനുണ്ട്. അതുപോലെ തന്നെ ഓർത്തോനെ കാണിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഏതാണെങ്കിലും ഇതിൽ ബാംഗ്ലൂരായിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ അപ്പൊക്കെ അതിൽ വളരെ നല്ല രീതിയിൽ അവിടെ പോയി ഈ കാര്യങ്ങളൊക്കെ നോക്കി ഡോക്ടറെ കണ്ട് നല്ല ചികിത്സയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പൈസ ഇല്ലായിട്ട് കുട്ടീൻ്റെ ചികിത്സക്കൊരു മോശവും വന്നിട്ടില്ല. ഇവിടെ മറിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു, അൽഷഫയിലേക്ക് കൊണ്ടുവന്നു. അൽഷഫയിലും നമ്മൾ അവിടുത്തെ അതിൻ്റെ ചെയർമാനോട് ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള ചികിത്സ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഏതാണെങ്കിലും അത് അഭിമാനപരമാണ്. അഡ്വക്കേറ്റ് രാജീവ് നടക്കാവിൽ, റാഫി മൈലങ്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ CK ചന്ദ്രപ്പൻ അനുസ്മരണം നടത്തി. കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. കിസാൻ സഭ ദേശീയ എക്സിക്യൂട്ടീവ് മെമ്പർ V ചാമുണ്ണി അനുസ്മരണ പ്രഭാഷണം നടത്തി. മാനവിക മൂല്യങ്ങൾ ചോർന്നുപോകാതെ ആദർശവിശുദ്ധി പൊതുജീവിതത്തിൽ കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞ അപൂർവം രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിരുന്നു CK ചന്ദ്രപ്പൻ എന്ന് V ചാമുണ്ണി പറഞ്ഞു. നല്ല ചെറുപ്പത്തിൽ തന്നെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം വഹിക്കേണ്ടി വന്ന എനിക്ക് കൈപിടിച്ചുയർത്താനും ഇന്ത്യയിലാകെ അത് എൻ്റെ സന്ദേശം പകർന്നു നൽകാനും അദ്ദേഹം മുൻകൈയെടുത്തിരുന്നു എന്നുള്ളത് എനിക്കറിയാവുന്ന കാര്യമാണ്. ചെറുപ്പക്കാരായ അർപ്പണബോധമുള്ള കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നു, കഴിവുണ്ടായിരുന്നു, ശ്രദ്ധയുണ്ടായിരുന്നു. ഇപ്പൊ പലരും അവരവർക്ക് സ്തുതി പാടുന്നവരെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. പാലക്കാട് CPI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന അനുസ്മരണത്തിന്റെ ഭാഗമായി കർഷകരെ ആദരിക്കൽ, വനിതാ കർഷക സംഗമം എന്നീ പരിപാടികളും നടന്നു. വനിതാ കർഷകരെ സംഘടിപ്പിച്ച ജില്ലയിൽ കാർഷിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കിസാൻ സഭ വനിതാ ഘടകം രൂപീകരിച്ചു. കിസാൻ സഭ ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരി, പ്രസിഡന്റ് K രാമചന്ദ്രൻ, കിസാൻ സഭ ദേശീയ സമിതി അംഗം AS ശിവദാസ്, അശോകൻ മലമ്പുഴ, പരമേശ്വരൻ പട്ടാമ്പി, MN കരുണാകരൻ, K മല്ലിക തുടങ്ങിയവർ സംസാരിച്ചു. കിസാൻ സഭ വനിതാ ഘടകം ജില്ലാ പ്രസിഡന്റായി വത്സല ഭവദാസ്, സെക്രട്ടറിയായി NR ഇന്ദിര എന്നിവരെ തെരഞ്ഞെടുത്തു. ഒരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. സംരംഭകരുടെ കൂട്ടായ്മയായ ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ ചെർപ്പളശ്ശേരി ചാപ്റ്ററിന് ഇനി പുതിയ നേതൃത്വം നയിക്കും. സംരംഭകരായ മുഹമ്മദ് ഷഫീഖ് പ്രസിഡന്റായും ഹിദായത്തുള്ള വൈസ് പ്രസിഡന്റായും ഹംസ സയ്യിദ് സെക്രട്ടറിയായും ചുമതലയേറ്റതായി BNI പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
40 വർഷത്തിലധികമായി 79ഓളം രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ബിസിനസ് സംരംഭകരുടെ കൂട്ടായ്മയാണ് BNI. സംരംഭകരുടെ ഇടയിലുള്ള അനാവശ്യ കിടമത്സരം ഒഴിവാക്കി പരസ്പര സഹകരണത്തോടെ ബിസിനസ് വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് BNI രൂപം കൊണ്ടത്. BNIയുടെ പാലക്കാട് റീജിയനിലെ ചെർപ്പളശ്ശേരി ചാപ്റ്റർ കിങ്സ് BNIയിൽ കഴിഞ്ഞ 6 മാസമായി പ്രതീഷ് വാസുദേവ് പ്രസിഡന്റായും അഡ്വക്കേറ്റ് ശരത് ചന്ദ്രൻ വൈസ് പ്രസിഡന്റായും ഷീജ സജയ് സെക്രട്ടറിയായും പ്രവർത്തിച്ചു വരികയാണ്. 6 മാസം പൂർത്തീകരിച്ച BNIയുടെ പുതിയ നേതൃത്വമാണ് ചൊവ്വാഴ്ച നടന്ന ചടങ്ങിൽ സ്ഥാനം ഏറ്റെടുത്തത്. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിലേക്കാണ് പുതിയ ഭാരവാഹികൾ. കഴിഞ്ഞ ഓഗസ്റ്റിൽ ചെർപ്പളശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ച BNI കിങ്സിൽ ഇതുവരെ 25 മെമ്പർമാരിലൂടെ 5 കോടിയുടെ മേൽ ബിസിനസ് കൈമാറ്റം ചെയ്തു കഴിഞ്ഞു. ചാപ്റ്ററിന്റെ പുതിയ പ്രസിഡന്റായി മുഹമ്മദ് ഷെഫീഖിനെയും വൈസ് പ്രസിഡന്റായി ഹിദായത്തുള്ളയെയും സെക്രട്ടറിയായി ഹംസ സെയ്ദിനെയും തെരഞ്ഞെടുത്തതായി BNI പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. BNIയിലേക്ക് പുതിയ സംരംഭകരെ കൊണ്ടുവരുവാനും BNIയുടെ കീഴിൽ ഓരോരുത്തരുടെയും ബിസിനസ് വർദ്ധിപ്പിക്കുവാനും കൂട്ടായ പ്രവർത്തനവുമായി മുന്നോട്ടു പോകുമെന്ന് സ്ഥാനമേറ്റെടുത്ത പുതിയ ഭാരവാഹികൾ പറഞ്ഞു. തങ്ങളുടെ ഏറ്റവും മികച്ച കസ്റ്റമേഴ്സിനെ മറ്റ് വ്യാപാരികൾക്ക് അല്ലെങ്കിൽ ബിസിനസ് സംരംഭകർക്ക് നമ്മൾ റെഫർ ചെയ്തുകൊണ്ട് പരസ്പരം ഒരു സൗഹൃദമായ അന്തരീക്ഷത്തിൽ കൂടി തങ്ങളുടെ ബിസിനസ് വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു മികച്ചൊരു പ്ലാറ്റ്ഫോമാണ് ബിസിനസ് നെറ്റ്വർക്ക് ഇൻ്റർനാഷണൽ BNI എന്ന് പറയുന്ന പ്രസ്ഥാനം നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. ബിസിനസ്സുകാരുടെ ഇടയിലുള്ള അനാവശ്യമായ കിടമത്സരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ബിസിനസ്സുകാരും ബിസിനസ് സംരംഭകരും നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികളുടെ കടന്നുകയറ്റവും അതുപോലെ തന്നെ ഓൺലൈൻ വ്യാപാരത്തിൻ്റെ അതിപ്രസരവും കാരണം ഇന്ന് ചെറുകിട വ്യാപാരികളും ബിസിനസ്സുകാരും പിടിച്ചു നിൽക്കാൻ തന്നെ വളരെയധികം പ്രയാസപ്പെടുന്ന ഈ അവസരത്തിൽ ഇതുപോലെയുള്ളൊരു കൂട്ടായ്മയിലൂടെ ബിസിനസ്സുകാരുടെ ഒരു കൂട്ടായ്മയിലൂടെ ഒരു സൗഹൃദമായ ഒരു അന്തരീക്ഷത്തിൽ കൂടി ബിസിനസ് നടത്താൻ കഴിയുക എന്നുള്ളതാണ് വളരെ വിജയകരമായി കഴിഞ്ഞ 40 വർഷക്കാലമായിട്ട് ഇത്രയും രാഷ്ട്രങ്ങളിൽ ബിസിനസ് നെറ്റ്വർക്ക് ഇൻ്റർനാഷണൽ കാഴ്ചവെക്കുന്ന ഒരു പ്രത്യേക രീതി. ഈ പ്ലാറ്റ്ഫോമിലേക്ക് യുവജനങ്ങളെയും ബിസിനസ് സംരംഭകരെയും അതുപോലെ തന്നെ വിവിധ മേഖലകളിലുള്ള ബിസിനസ് സംരംഭകരെയും ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് കഴിഞ്ഞ 5 വർഷമായി പാലക്കാട് ജില്ലയിലെ 10 സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഈ BNIയുടെ ചാപ്റ്ററുകൾ രൂപീകൃതമായി കഴിഞ്ഞു. അതിലേറ്റവും പുതിയ ചാപ്റ്റർ 6 മാസം മുന്നേ ചെർപ്പളശ്ശേരി ഭാഗങ്ങളിലുള്ള ആൾക്കാർക്ക് ബിസിനസ്സുകാർക്കും കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടി ചെർപ്പളശ്ശേരിയിൽ ഒരു ചാപ്റ്റർ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് തന്നെ ഇതിൻ്റെ പ്രാതിനിധ്യമില്ലാത്ത മേഖലകളായ ഷൊർണൂർ അതുപോലെ തന്നെ ആലത്തൂർ എന്നീ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കൂടി അടുത്ത മാസം തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ്. ഇപ്പോൾ പാലക്കാട്, മണ്ണാർക്കാട്, ഒറ്റപ്പാലം, ചെർപ്പളശ്ശേരി, വടക്കാഞ്ചേരി, കൊടുവായൂർ എന്നീ മേഖലകളിൽ, പട്ടാമ്പി എന്നീ മേഖലകളിൽ വിവിധ മേഖലകളിൽ ആൾറെഡി വളരെ വിജയകരമായി ഈ പ്രസ്ഥാനം നടന്നു വരികയാണ്. BNI സീനിയർ സപ്പോർട്ട് ഡയറക്ടർ സത്യപ്രകാശ് K, മുൻ BNI ചെർപ്പളശ്ശേരി ചാപ്റ്റർ ഭാരവാഹികളായ പ്രതീഷ് വാസുദേവ്, അഡ്വക്കേറ്റ് ശരത് ചന്ദ്രൻ, ഷീജ സജയ്, ചാപ്റ്റർ പ്രസിഡന്റ് മുഹമ്മദ് ഷെഫീഖ്, വൈസ് പ്രസിഡന്റ് ഹിദായത്തുള്ള, സെക്രട്ടറി ഹംസ സെയ്ദ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പെരിന്തൽമണ്ണ ചെമ്മലശ്ശേരി കിളിക്കുന്നുകാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കളരിപ്പയറ്റ് അഭ്യാസ പ്രകടനം വിശ്വാസികൾക്ക് ദൃശ്യവിരുന്നൊരുക്കി. വിദേശികളടക്കം 40 പേർ കളരി പ്രകടനത്തിൽ പങ്കെടുത്തു. മാർച്ച് 23 മുതൽ ഏപ്രിൽ 1 വരെയാണ് ചെമ്മലശ്ശേരി കിളിക്കുന്നുകാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിക്കുന്നത്. പൂരാഘോഷത്തോടനുബന്ധിച്ച് കളരിപ്പയറ്റ് മെഗാ ഷോ സംഘടിപ്പിച്ചു. ചെമ്മലശ്ശേരി ആത്മാ കളരി സംഘാംഗങ്ങളാണ് കളരിപ്പയറ്റ് അവതരിപ്പിച്ചത്. വിപിൻ ഗുരുക്കളുടെ ശിക്ഷണത്തിൽ കളരി അഭ്യസിച്ച വിദേശികളടക്കമുള്ള 40-ലധികം പേർ ആയോധന കലയിലെ മിടുക്ക് പ്രദർശിപ്പിച്ചു. കളരിപ്പയറ്റ് അഭ്യാസ പ്രകടനങ്ങൾ വിശ്വാസികൾക്ക് ദൃശ്യവിരുന്നൊരുക്കി. ഇനി ഷോക്ക് ന്യൂസ്. CPM ശ്രീകൃഷ്ണപുരം മുൻ ഏരിയ കമ്മിറ്റി അംഗവും ശ്രീകൃഷ്ണപുരം മുൻ ലോക്കൽ സെക്രട്ടറിയുമായിരുന്ന ചെറുമുറ്റത്ത് വീട്ടിൽ K. സുബ്രഹ്മണ്യൻ നിര്യാതനായി. 61 വയസ്സായിരുന്നു. കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറിയായും 10 വർഷക്കാലം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗമായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്.
ശ്രീകൃഷ്ണപുരം AUP സ്കൂൾ പ്രധാനാധ്യാപിക M. അരുണ ഭാര്യയാണ്. പെരിന്തൽമണ്ണ മണ്ഡലം അഷ്റഫ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു. അഷ്റഫുമാരിൽ മണ്ഡലത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അഷ്റഫ് ആഞ്ഞിലങ്ങാടിക്ക് നൽകി MLA നജീബ് കാന്തപുരം കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് കൈപ്പകഞ്ചേരി, മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് കൈപ്പകഞ്ചേരി, മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് പിലാക്കൽ, സെക്രട്ടറി അഷ്റഫ് മണ്ണാർമല, ട്രഷറർ അഷ്റഫ് മണ്ണിൽ, അഷ്റഫ് പുതുക്കുടി, അഷ്റഫ് റേഷൻ കട, അഷ്റഫ് പെരിന്തൽമണ്ണ എന്നിവർ സംബന്ധിച്ചു. കോട്ടായി വലിയമ്മക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ക്ഷേത്രം തന്ത്രി പറപ്പൂർ നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്നു. രാവിലെ 6-ന് ഗണപതി ഹോമം, ഉഷപൂജ, ഉജയാസ്തമയ പൂജ, കലശപൂജ, ഉപദേവമാർക്ക് കലശപൂജ, ഉച്ചപൂജ തുടർന്ന് ഗംഭീര അന്നദാനവും ഉണ്ടായിരുന്നു. നിരവധി ഭക്തർ സന്നിഹിതരായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൈക്കൂലി 2 വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കടമ്പഴിപ്പുറത്ത് വിജിലൻസ് പിടിയിൽ. ഫോറസ്റ്റ് സർവേയർ ഫ്രാങ്ക്ലിൻ ജോർജ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സുജിത്ത് എന്നിവരാണ് പിടിയിലായത്. വനം വകുപ്പിന്റെ ഭൂമിയോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിന് NOC നൽകാൻ ഇവർ ആവശ്യപ്പെട്ടത് 35,000 രൂപ കൈക്കൂലി. അലനല്ലൂർ ടൗണിൽ തെരുവുനായ ആക്രമണം, 4 പേരെ തെരുവുനായ കടിച്ചു. തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ അടിയന്തര നടപടികൾ വേണമെന്ന് വ്യാപാരികളും നാട്ടുകാരും. ഒറ്റപ്പാലം NSS കോളേജിൽ വിദ്യാർത്ഥിയെ കഴുത്തിൽ കേബിൾ കുരുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ KSU യൂണിയൻ ഭാരവാഹികൾ ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. 2ാം വർഷ വിദ്യാർത്ഥി കാർത്തിക്കിന് നേരെയാണ് കഴിഞ്ഞ ദിവസം അക്രമമുണ്ടായത്. മലപ്പുറം ചെമ്പ്രശ്ശേരിയിൽ പൂരാഘോഷത്തിനിടെ യുവാവിന് വെടിയേറ്റ സംഭവം. സ്ഥലത്ത് പോലീസ് ശാസ്ത്രീയ പരിശോധന നടത്തി. ഒളിവിൽ പോയ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മദ്യനയത്തിന്റെ കാര്യത്തിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ പോലും LDF മാറ്റിത്തിരുത്തിയെന്ന് കേരള മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഈയാച്ചേരി കുഞ്ഞികൃഷ്ണൻ. UDF പറഞ്ഞ മദ്യനിരോധനം പേരുമാറ്റി LDF വഞ്ചന കാണിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.